പാലക്കാട് നെന്മാറ ഇരട്ട കൊലപാതകം കേരളം നടുക്കത്തോടെ കേട്ട ആ കൊലപാതക കേസിൽ സാക്ഷികൾ മൊഴി മാറ്റിയിരിക്കുന്നു. പ്രതി ചെന്താമരയുടെ സഹോദരന്റെ ഭാര്യ, അയൽവാസി എന്നിവരാണ് മൊഴി മാറ്റിയത്. ഷാരിഖ് നവാസ് ചേരുകയാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങളുമായി. ഷാരിഖ്, കേരളം നടുക്കത്തോടെ കേട്ട അല്ലെങ്കിൽ നടുക്കത്തോടെ സാക്ഷ്യം വഹിച്ച ഒരു സംഭവമാണ് ഈ പാലക്കാട്ടെ ഇരട്ട കൊലപാതകം. ഈ കേസിൽ എത്രത്തോളം നിർണായകമായ സാക്ഷികളാണ് ഇപ്പോൾ മൊഴി മാറ്റിയിരിക്കുന്നത്? എന്താണ് ഈ മൊഴിമാറ്റത്തിന് പിന്നിൽ? ഒരുപക്ഷെ പ്രോസിക്യൂഷനോ പോലീസിനോ ഇവർക്ക് സംരക്ഷണം ഒരുക്കാനാവാത്തതാണോ? ഈ ചെന്താമരയിൽ നിന്നുള്ള ഭീഷണിയാണോ? അതിനപ്പുറത്തേക്ക് ബന്ധുത്വവും അയൽവാസി എന്നുള്ള സ്നേഹവും ഒക്കെയാണോ ഈ മൊഴിമാറ്റത്തിന് പിന്നിൽ? ഗോകുൽ, മൊഴിമാറ്റത്തിന് പിന്നിലുള്ള വ്യക്തമായ കാരണങ്ങൾ പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ഇതുവരെ നമ്മളോട് പങ്കുവച്ചിട്ടില്ല. എന്നാൽ ഭീഷണി തന്നെയായിരിക്കും, അല്ലെങ്കിൽ ചെന്താമരയോടുള്ള ഭയം തന്നെയായിരിക്കും ഇത്തരത്തിൽ മൊഴി മാറ്റാനുണ്ടായ സാഹചര്യം എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത്. ഇത് അതായത് 2025 ജനുവരി 27-നാണ് നാടിനെ ഒന്നടങ്കം നടുക്കിയ നെന്മാറ പോത്തുണ്ടി ഇരട്ട കൊലപാതകം നടന്നത്. നെന്മാറ പോത്തുണ്ടി ബോയൻ നഗർ സ്വദേശികളായ സുധാകരൻ, അമ്മ ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഈ വിചാരണ നടന്നത്. പാലക്കാട് അഡീഷണൽ ആൻഡ് സെഷൻസ് കോടതിയിലാണ് ഇത്തരത്തിൽ വിചാരണ നടന്നത്. ഈ വിചാരണയ്ക്കിടെയാണ് കേസിലെ നിർണായക സാക്ഷികളായ 3 പേർ മൊഴി മാറ്റിയത്. കേസിലെ ഈ സാക്ഷികൾ മൊഴി മാറ്റിയതിൽ ഇവരെ കൂറുമാറിയതായി പ്രഖ്യാപിക്കണമെന്ന് ജഡ്ജിയോട് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. മൊഴി മാറ്റിയത് ഈ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷികൾ തന്നെയാണ്. ഒന്ന്, ഈ കേസിലെ പ്രതിയായ ചെന്താമരയുടെ സഹോദരൻ രാധാകൃഷ്ണൻ, അവരുടെ തന്നെ ഭാര്യയായ രമ, അതുപോലെ തന്നെ ചെന്താമരയുടെ അയൽവാസിയായ പൊന്നുകുട്ടൻ എന്നിവരാണ് ഈ കേസിൽ മൊഴിമാറ്റം ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ഇവർക്ക് പിന്നിലുള്ള സമ്മർദ്ദം, അല്ലെങ്കിൽ ഇവർക്ക് ഈ ചെന്താമരയോടുള്ള ഭയം തന്നെയായിരിക്കും കാരണം എന്നാണ് നാം മനസ്സിലാക്കുക. കാരണം ചെന്താമരയുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളൊന്നും പുറത്തില്ല. ഇവരെ സാക്ഷികളെ സ്വാധീനിക്കാൻ മാത്രം ഉള്ള ഒരു ശക്തി ചെന്താമരയ്ക്ക് പുറത്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇവരെ ചെന്താമരയോടുള്ള ഭയം തന്നെയായിരിക്കും എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്നാൽ പോലീസ് ഇല്ലെങ്കിൽ പ്രോസിക്യൂഷനോ ഈ കൂറുമാറ്റത്തിന്റെ വ്യക്തമായ കാരണം ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. ഈ കേസ് ഇപ്പോൾ വിചാരണ തുടരുകയാണ്. ഇതിലെ ആദ്യ കേസിൽ 2019 ഈ സുധാകരന്റെ ഭാര്യ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഈ പ്രതി ചെന്താമര ഇരട്ട ജീവപര്യന്തത്തിൽ ശിക്ഷ അനുഭവിച്ചു വരുന്നതിനിടെയാണ് ഈ കേസും വിചാരണ പാലക്കാട് കോടതിയിൽ നടക്കുന്നത്. ഗോകുൽ, തീർച്ചയായും ഷാരിഖ്, സജിത, സുധാകരൻ, ലക്ഷ്മി, 2 പെൺകുട്ടികളുടെ അഭയമായിരുന്ന 3 മനുഷ്യരെ, ആ കുടുംബത്തെ ആകെ ഇല്ലാതാക്കിയതാണ് 2 കാലങ്ങളിലായി 2 കൊലപാതകങ്ങളിലൂടെ, 3 കൊലപാതകങ്ങളിലൂടെ ഈ പ്രതി ചെന്താമര. ഒരു ദയം അർഹിക്കാത്ത ചെന്താമരയ്ക്ക് വേണ്ടി ഇപ്പോൾ മൊഴിമാറ്റം ഉണ്ടായിരിക്കുന്നു. അത് ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഒപ്പം അയൽവാസിയുടെ ഭാഗത്തു നിന്നുമാണ്. അതൊരു പക്ഷേ ചെന്താമര ഇപ്പോഴും പ്രകടിപ്പിക്കുന്ന കടുത്ത ആത്മവിശ്വാസം നാളെ ഭീഷണിയാകുമോ എന്ന ഭയത്തിലാണ്. എപ്പോഴെങ്കിലും തങ്ങൾക്ക് നേരെയും അയാളുടെ കത്തി അല്ലെങ്കിൽ അയാളുടെ വൈരാഗ്യം വീണ്ടും പ്രവർത്തിക്കുമോ എന്ന ഭയമാവാം. ഏതായാലും പ്രോസിക്യൂഷന് തിരിച്ചടിയാവുന്ന തരത്തിലേക്കാണ് ഈ മൊഴിമാറ്റം വരുന്നത്. ഈ സാക്ഷികൾ കൂറുമാറിയതായി കരുതണമെന്നാണ് ഇപ്പോൾ പ്രോസിക്യൂഷന്റെ ആവശ്യം. ഷാരിഖ് നവാസാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.